വീണ്ടും ഒരു ഓണക്കാലം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ ഓണമാകുമ്പോൾ കുട്ടികളുടെ ഡ്യൂട്ടിയാണ് പൂക്കൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഓണത്തിൻ്റെ ദിവസം ഏകദേശം എല്ലാ വീട്ടിലും ഒരുപോലെ തന്നെയായിരിക്കും. കുട്ടികൾ പൂക്കളം ഇടും, ആണുങ്ങളാണെങ്കിൽ സദ്യക്കുള്ള ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കും, സ്ത്രീകളാണെങ്കിൽ രാവിലെ തന്നെ അടുക്കളയിലേക്ക് അങ്ങ് കയറും. പിന്നെ സ്വന്തം നക്ഷത്രത്തിൻ്റെ വാരഫലം കേൾക്കുമ്പോൾ ഓടി അങ്ങ് വന്ന് ടി വിൻ്റെ മുമ്പിൽ നിൽക്കും. എന്നിട്ട് പിന്നെയും തിരിച്ചു പോകും. പിന്നീട് എന്തെങ്കിലും തമാശകൾ കേൾക്കുമ്പോൾ പിന്നെയും അടുക്കളയിൽ നിന്ന് ഓടി വരും, അത് കേട്ടിട്ട് തിരിച്ചു പോകും. ഉച്ചയ്ക്ക് 1 മണിക്ക് സദ്യ റെഡിയാവുന്നവരെ അവർ അടുക്കളയിൽ തന്നെയായിരിക്കും. പിന്നീട് വീട്ടിലുള്ള മുതിർന്നവരും ആണുങ്ങളും കുട്ടികളും ഒക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കും, പാത്രം കഴുകി വെക്കും. എല്ലാം കഴിയുമ്പോഴത്തേക്കും 3 മണിയാവും. അപ്പോഴത്തേക്ക് ഓണവും കഴിയും. പക്ഷേ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇന്ന് കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസാണ്, ചിലതൊക്കെ ജോയിൻറ്റ് ഫാമിലീസും ഉണ്ട്. പക്ഷേ അവരുടെ ഓണം സെലിബ്രേഷൻ ഇങ്ങനെയൊന്നുമല്ല. വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഓണപ്പൂക്കളം ഇടും. അതിനുശേഷം വിദേശ രാജ്യത്തുള്ളവരെ വീഡിയോ കോൾ ചെയ്യും, ഹാപ്പി ഓണം വിഷ് ചെയ്യും, നല്ല നല്ല ഫോട്ടോസ് എടുക്കും, പോസ്റ്റ് ചെയ്യും. എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വി കാണും, തമാശകൾ പറയും, ചിരിക്കും. 12 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലൊരു കോളിംഗ് ബെല്ലടിക്കും. ഇതാ എത്തി ഓണസദ്യ. ഇലയും 3 കൂട്ടം പായസം അടങ്ങിയ നല്ലൊരു സദ്യ വീട്ടിലിങ്ങെത്തും. അത് തുറന്ന് കഴിക്കാൻ മാത്രം മതി. ഈ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലവരെങ്കിലും പറയും, പണ്ടൊക്കെ ആയിരുന്നു ഓണം, അടുപ്പിലുണ്ടാക്കിയ ചോറും അമ്മിയിലരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറികളും ഒക്കെ എന്തൊരു രുചിയായിരുന്നു. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് മടിയാണ്, അവർ ഓണസദ്യ വരെ ഓർഡർ ചെയ്താണ് കഴിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ ചെറിയ സ്ത്രീകൾക്കെങ്കിലും കുറച്ചൊരു ഗിൽട്ട് ഫീൽ ചെയ്യും. അവർക്ക് തോന്നും, ഞങ്ങൾ നല്ല അമ്മമാരല്ലേ, നല്ല ഭാര്യമാരല്ലേ എന്ന്. എന്നാൽ ഈ ഗിൽട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഒട്ടുമില്ല. കാരണം ഈ പറയുന്നവർക്കൊന്നും ചേന മുറിച്ചപ്പോൾ കൈ ചൊറിഞ്ഞതും കായ മുറിഞ്ഞ് കയ്യിൽ കറ വന്നതും എണ്ണ തെറിച്ച് ദേഹം പൊള്ളിയതിൻ്റെ കാര്യമൊന്നും അറിയില്ല. ഒരു നല്ല ഓണം ആഘോഷിക്കാനുള്ള അവസരം സ്ത്രീകൾക്കും കിട്ടുന്നതാണ്, അത് അവരും അർഹിക്കുന്നതാണ്. ഇന്നത്തെ ഈ ബിസി ഷെഡ്യൂളിൽ നിങ്ങൾക്ക് ആരുടെ കൂടെയും സമയം ചെലവഴിക്കാനുള്ള അവസരം കിട്ടാറില്ല. ഓണം അങ്ങനെ ഒരു അവസരമാണ്. ഈ ദിവസം നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള കൂട്ടുകാരുടെ കൂടെയും നമ്മളുടെ ബന്ധുക്കളുടെ കൂടെയും കളിതമാശകൾ പറഞ്ഞ്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഓണത്തിന് സദ്യയിൽ പായസം തന്നെ വേണമെന്നില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള ഗുലാബ് ജാമുനോ ഐസ്ക്രീമോ ആവാം. നമുക്ക് നമ്മളുടെ ഓണം നമ്മളുടെ രീതിയിൽ റീഡിസൈൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു ദിവസം കൂടിയാണ് ഓണം. നിങ്ങളുടെ ഭാര്യ ഒരുപാട് നാളായി അവരുടെ അച്ഛനും അമ്മയുടെയും കൂടെ ഓണം ആഘോഷിക്കണമെന്ന് പറയുന്നുണ്ടാവും. അത് നടത്തി കൊടുക്കാനുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. നിങ്ങൾ സൗന്ദര്യപ്പിണക്കം കാരണം സംസാരിക്കാതെ പോയ ആ ഒരു കസിനില്ലേ, അവരെ വിളിച്ചൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യാനുള്ള അവസരം കൂടിയാണിത്. ഒന്ന് വിഷ് ചെയ്ത് നോക്കൂ, എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരു നല്ല തുടക്കം കൂടിയാവട്ടെ ഈ ഓണം. So let's redesign Onam. Let's celebrate it the way we want it to be. Wishing you all a very happy Onam and a very happy life.